ഒക്കെ അല്ലേ, ഇക്കുറി തനിമ ഒട്ടും ചോരാത്ത കുറച്ച് ക്രിസ്മസ് കാഴ്ചകൾ കണ്ടാലോ? കൊച്ചിയിൽ അവശേഷിക്കുന്ന പോർച്ചുഗീസ് താവടിയിലെ ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിന്റെ തിരുപ്പിറവി ആഘോഷത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. So welcome Anjali to the Gonsalves family. Hi. Happy Christmas. Same to you. So this is Miss Anjali, the anchor of the new portal, the fourth. ഇതാണ് Gonsalves family. ഇപ്പം നമ്മൾ ക്രിസ്മസ് ഈവിലാണ്, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് തിരുപ്പിറവിയുടെ ആഘോഷത്തിന്. അപ്പോൾ ജീസസ് കാൻഡിലാണ് നമുക്ക് ഇന്ന് തെളിക്കാനുള്ളത്. നമ്മുടെ കൂട്ടത്തിലെ പ്രായമുള്ള ആളെന്നുള്ളതിലേക്ക് ആൻഡ്രു ബ്രദറിനോട് ഞാനത് ജീസസ് കാൻഡിൽ തെളിക്കാൻ ആവശ്യപ്പെടുകയാണ്. ക്രിസ്മസ് ആഘോഷത്തിന്റെ ആദ്യ ആലോചനകൾ നടക്കുന്നത് ഈ തീൻമേശയ്ക്ക് ചുറ്റുമിരുന്നാണ്. അതുകൊണ്ട് തന്നെ ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിനിടയിൽ ഈ തീൻമേശയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രയർ റൂമിന് സമാനമായാണ് തീൻമേശയെ കാണുന്നത്. ആംഗ്ലോ ഇന്ത്യനെ സംബന്ധിച്ച് ആദ്യത്തെ ആഴ്ച തൊട്ട് നമ്മൾ ഈ ടേബിളിൽ ഇരുന്നിട്ട് ചില കാര്യങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കും. അതിന് കൊൺസ്വാദ ടേബിൾ എന്നൊക്കെയാണ് അതിന് പറയുക. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട്. നമ്മുടെ അടുത്ത് മരണങ്ങൾ നടന്നിട്ടുണ്ടാവും. അത് ഏത് ജാതിയും മതം അങ്ങനെ അല്ലാത്തവരും ഒക്കെ കാണും. ആ വീടുകളിൽ ക്രിസ്മസിൻ്റെ ആഘോഷം ഉണ്ടാവില്ല. അപ്പം നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ അങ്ങനെ ആരാണുള്ളത്, വലിയ എക്സ്റ്റൻസീവ് ഇതിലല്ല, നമ്മൾ അത് അന്വേഷിക്കും. അവരുടെ നീഡ്സ് എന്തൊക്കെയാണ്. ചില ആളുകൾക്ക് പൈസ വേണ്ടി വരും, ചില ആളുകൾക്ക് അത് വേണ്ടി വരില്ല, ചില ആളുകൾക്ക് വസ്ത്രങ്ങൾ വേണ്ടി വരും, പക്ഷെ എല്ലാവർക്കും ഭക്ഷണം വേണം. അപ്പോൾ കോൺസ്വാദോ ഐറ്റംസാണ് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതെല്ലാം ഒരുമാതിരി ഡ്രൈ ഐറ്റംസ് ആണ്. അപ്പോൾ എത്രയും ദിവസം വേണമെങ്കിലും ഇരിക്കും, കുറേ അധികം ദിവസം ഇരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കേക്ക്, അപ്പോൾ അതിൽ ഒരു കെമിക്കലോ അങ്ങനെയുള്ള സംഗതികളുണ്ടാവില്ല. ഈ ഓരോ സാധനങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ട് ഇത് നമ്മൾ പണ്ട് കാലത്ത് എയർ ടൈറ്റായിട്ട് സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകതരം പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ വേറൊരു പ്ലേറ്റ് കൂടെ വെച്ചിട്ട് അത് കെട്ടി ഒരു തൂക്കുപാത്രം പോലെ ആക്കിയിട്ട് വീട്ടിലെ കുട്ടികളാണ് അത് ആ വീടുകളിൽ കൊണ്ടുപോയി അത് കൊടുക്കുന്നത്. രണ്ടാമത്തത്, ഒന്നാമത്തെ ആഴ്ചയിൽ തന്നെ നമ്മൾ ഈ ആഘോഷങ്ങൾ തുടങ്ങുന്നത് ആഡ്വെൻറ്റ് റീത്തോടു കൂടിയാണ്. അപ്പോൾ നമ്മുടെ പ്രധാന വാതിൽപ്പടികളിൽ നമ്മൾ ആഡ്വെൻറ്റ് റീത്ത് വയ്ക്കും. ആഡ്വെൻറ്റ് റീത്ത് എന്ന് പറയുന്നത് ഒരു പുഷ്പചക്രമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതൊരു പൂർണ്ണത കാണിക്കാൻ, നോ ബിഗിനിങ് നോ എൻഡ്, അതാണ് അതിൻ്റെ ഒരു. അപ്പോൾ അത് ദൈവത്തെ അല്ലെങ്കിൽ ഈശ്വരനെയും കൂടെ അത് ധ്വനിപ്പിക്കുകയാണത്. അപ്പോൾ അതിൻ്റെ നടുക്കൊരു മണി കാണിക്കുന്നത് അത് ഓർക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ്. സമയത്തിൻ്റെ പൂർണിമയാണ്. അപ്പോൾ അതാണ് ആഡ്വെൻറ്റ്. ഇപ്പം നിങ്ങൾ ഈ വീട്ടിൽ നോക്കിയാലും നമ്മുടെ വീട്ടിൽ എല്ലാ മെയിൻ ഡോറുകളിലും ആഡ്വെൻറ്റ് റീത്തുകൾ കാണാൻ കഴിയും. ഈ 4 കാൻഡിൽസ് കാണിക്കുന്നത് 3 പർപ്പിൾ കാൻഡിലും അല്ല 3 ഈ ഒരു കളർ കാൻഡിൽ, ഒരു പിങ്ക്, ഒരു വൈറ്റാണ് നമ്മൾ കാണുന്നത്. റോമൻ ആരാധനാക്രമം അനുസരിച്ച് പർപ്പിള് ഈ പിന്നെ പ്രത്യേക അർത്ഥകൽപ്പനയുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിൽ പർപ്പിളിൻ്റെ ഇത് പ്രാർത്ഥന, പരിത്യാഗം, സാക്രിഫൈസ്, ഇത്രയും കാര്യങ്ങളെ കാണിക്കുന്നതിനാണ്. റോസ് അത് വാസ്തവത്തിൽ 3-ാമത്തെ ആഴ്ച കത്തിക്കുന്നതാണ്. 3-ാമത്തെ ആഴ്ചയെ സന്തോഷത്തിൻ്റെ ആഴ്ചയാണ്, ഗൗദത്തെ സൺഡേ എന്ന് പറയാറ്. അത് ഗൗദത്തെ ക്യാൻഡിലാണ് ആ റോസ് ക്യാൻഡിൽ. നടുക്കുള്ള വെള്ള കർത്താവിൻ്റെ ജീസസ് ക്യാൻഡിൽ എന്ന് പറയും. അത് ഉണ്ണിയേശുവിൻ്റെ ഒരു ഇത് കാണിക്കുന്നതാണ്. കൊച്ചിയുടെ സ്വന്തം പാപ്പാഞ്ഞി മാത്രമല്ല, സിനിമയിൽ നമ്മളെ ചിരിപ്പിച്ച ഗർവാസി സാശാനും സ്രാങ്കും ഒക്കെ നമ്മൾ ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നും കടം കൊണ്ടവരാണ്. കൊച്ചിയിലാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് സാന്താക്ലോസിനെ പരിചയപ്പെടുത്തപ്പെട്ടത്. അത് ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് കൊച്ചിൻ കാർണിവലിലൊക്കെ വലിയ ഒരു സംഭവമാണ്. അതിൻ്റെ കേന്ദ്രബിന്ദു തന്നെ പപ്പാഞ്ഞിയാണ്.
അപ്പോൾ അത് പപ്പാഞ്ഞി ഈ പറയുന്ന പോലെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ആ വർഷത്തെ സാധിച്ചു കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ പക്ഷെ പപ്പാഞ്ഞിക്കുള്ളൊരു വിഷമം, പപ്പാഞ്ഞിയുടെ ടേം 1 കൊല്ലമുള്ളൂ. ആ 1 കൊല്ലം പുള്ളി മരിച്ചു പോകുമെന്നാണ് നമ്മുടെ ഒരു കുട്ടികളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അടുത്ത കൊല്ലം വരുന്നത് വേറൊരാളാണ്. അപ്പോൾ അതുകൊണ്ട് പപ്പാഞ്ഞി യാത്ര പറഞ്ഞ് പോകുന്നത് ഒരു വേദനാപൂർണമായൊരു കാര്യമാണ്. ഇപ്പോൾ പുള്ളി ക്രിമേഷനാണ്, പുള്ളിനെ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ആ സാംസ്കാരികമായിട്ടുള്ള ഒരു ഇഴയെടുപ്പാണ് അത് കാണിക്കുന്നത്. അപ്പോൾ പപ്പാഞ്ഞി സമ്മാനങ്ങളെല്ലാം കൊണ്ടുവരും. പിന്നെ പപ്പാഞ്ഞിക്കളി എന്നാണ് ക്രിസ്മസ് കരോളിനെ ഈ കൊച്ചി ഭാഗത്ത് പറയുക. പപ്പാഞ്ഞിയും കൂടെ ഉള്ള ഒരു കളിയും ഗൗരവവും എല്ലാം ചേർന്നു പപ്പാഞ്ഞിക്കളി. പപ്പാഞ്ഞി പോകാൻ നേരത്തെ യാത്ര പറയുമ്പോൾ ഇനി വരുന്നതെല്ലാം ഞാനല്ല, പക്ഷേ പപ്പാഞ്ഞി വന്നിരിക്കും എന്നൊരു അഷ്യൂറൻസ് പിള്ളേർക്ക് കൊടുക്കും. അപ്പോൾ അതിൽ നിന്നാണ് പുള്ളിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സംഭാവനയോ നമ്മുടെ സന്തോഷത്തിന് എന്തെങ്കിലും കുറച്ച് പൈസ എന്തെങ്കിലും പപ്പാഞ്ഞിക്ക് കൊടുക്കും. അതിൽ നിന്നാണ് നമ്മുടെ വളരെ പേര് കേട്ട ആ മധ്യ തിരുവാങ്കൂറിലൊക്കെ വളരെ പ്രചാരമുള്ളത്. സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാജ്ഞങ്ങൾ പോകുന്നത്. വാസ്തവത്തിൽ ബാലകരല്ല പോകുന്നത്, ഈ പപ്പാഞ്ഞിയാണ് നാട് നീങ്ങി പോകുന്നത്. അപ്പോൾ അതാണ് പപ്പാഞ്ഞിയുടെ ഒരു കാര്യം. ഒരു പുതിയ തൊഴിൽ സംസ്കാരം ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ മേസണറി, കാർപ്പൻട്രി, സ്മിത്രി, ഈ പിന്നെ ഇരുമ്പുപണി, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മളിന്ന് കൊണ്ടുവന്നു. ഇന്നും അതിൻ്റെയൊക്കെ പേരുകളൊക്കെ അത് തന്നെയാണ്. അപ്പം ആദ്യമായിട്ട് ശിഷ്യന്മാരെ എടുത്തു, എല്ലാ ജാതിക്കാരെയും മതക്കാരെയും ശിഷ്യപ്പെടുത്തി. ഒരു തൊഴിൽ കയ്യിലായ അപ്പം അവൻ ആശാൻ എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ ആശാന് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കും ഇവർ ശിഷ്യന്മാർ. അപ്പോൾ ഒരു രസകരമായൊരു പഴയ കാലത്തിൻ്റെ ഒരു ഏടാണത്. അവനെ ആശാനെ സന്തോഷിപ്പിക്കാൻ ഏതറ്റം വരെയും ശിഷ്യന്മാർ പോകും. ഇനി അതിന് കാല് വലിയ ഓടിക്കാനാണെങ്കിൽ അങ്ങനെ അതിനും അവർ റെഡിയാണ്. അപ്പോൾ ഇന്നും ഇതിൻ്റെ ആ ഒരു ചെറിയ അനുരണനങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ചും കൊച്ചി ഇവിടെ പ്രാന്തപ്രദേശങ്ങൾ സബർബുകളിൽ പോയാലായിട്ട് നമുക്കത് കാണാൻ, സ്രാങ്കുമാരായിട്ടും ആശാന്മാരായിട്ടും കാണാൻ സാധിക്കും. ആശാന് ഒരു കുപ്പി കൊണ്ട് കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഗർവാസിസ് ആശാനും ഒരു കുപ്പി കിട്ടിയിട്ട് മറ്റേ പൊന്നപ്പനും തങ്കപ്പനും ഉണ്ടാകുന്ന ആ സ്ഥിതിയൊക്കെ. അപ്പോൾ എനിക്കും ചിലപ്പോൾ എൻ്റെ ശിഷ്യന്മാർ അങ്ങനെയും ചെയ്യാറുണ്ട്, അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുമുണ്ട്. കാരണം അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ചിന്തേര്, ആ പേര് മരപ്പണിക്കാർ ഈ മരം നല്ല ആ ചിന്തേരാണ് വർഷത്തിൽ എന്നെ ചിന്തേരിട്ട് നീ എന്നാണ് ശൈലി. അതാണ് ഇപ്പോൾ തേച്ചില്ലേ എന്ന് പറയുന്നത്. അപ്പോൾ പഴയ ഇത് ഗുരുശിഷ്യ ബന്ധത്തിൻ്റെയും കൂടെ ഒരു 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 കാരണം ക്രിസ്മസ് ആണ് ഈ ബന്ധം പുനർജീവിക്കാനുള്ള വീണ്ടും റിലീവ് ചെയ്യാനുള്ള ഒരു അവസരം. മലയാളികൾ എന്ന് രുചിക്കുന്ന പല വിഭവങ്ങളും ആദ്യമായി പരിചയപ്പെടുന്നത് ആംഗ്ലോ ഇന്ത്യൻ സമൂഹമാണ്. അവ ഏതൊക്കെയാണെന്നല്ലേ? ഇതാണ് കൽക്കൾസ് എന്ന് പറയുന്ന സാധനം. ദാറ്റ് ഈസ് അതിനെ പറയണത് പെൻഡപ്പെരേറ്റ് എന്നും പറയും. പോർച്ചുഗീസ് ഭാഷയിൽ പെൻഡെ മീൻസ് കോം. ഇത് കോമിൻ്റെ ഷേപ്പാണ്. ഇത് കോം എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ഫോർക്ക്. പിന്നെ ഫെറേറ്റ് എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസിൽ ഫ്രൈ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് സൗലീഞ്ഞ്. ഇത് ആംഗ്ലോ ഇന്ത്യൻസിന് മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളായിരുന്നു. ഇത് വാസ്തവത്തിൽ ഈ പഴയ കാലത്തെ ഈ ഗമ്മാണ്, ചൂയിങ് ഗമ്മാണ്. അത് കാരണം ഇത് ഇങ്ങനെ കുറച്ച് സമയം എടുക്കും ഇങ്ങനെ കടിച്ച് ഇങ്ങനെ പതുക്കെ അത് പോകുന്നത്. അത് ഈ മറ്റേ അവലോസുണ്ട, ഈ അവലോസുണ്ടയും ഈ പറയുന്ന പോലെ ഒരു ഇങ്ങനെ ചരിത്രപരമായ ഉണ്ടായ ഒരു പലഹാരമാണ്. ഈ അവലോസ് എന്നുള്ള പേര് കേൾക്കുന്നതല്ലേ അതിനൊരു ജാതീയതയുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ പേരിൽ തന്നെ അത് പോകുന്നത്. ഇത് വാസ്തവത്തിൽ ഈ പീരങ്കി ഉണ്ടയാണ്. അപ്പോൾ ഇതൊരു ഭയങ്കര ഹാർഡായിരിക്കും അത് കടിച്ച് പറിക്കാനായിട്ട്. അത് കുഴലപ്പത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, കുഴലപ്പം അല്ല, അതും അതിൻ്റെ ഷേപ്പ് നോക്കിയാൽ അത് പീരങ്കിയാണ്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഇതെല്ലാം ഈ വിദേശിയാണെന്ന് പറഞ്ഞ് വല്ല നിരോധനമൊക്കെ വന്നാൽ എന്ത് ചിലപ്പോൾ മനുഷ്യർക്ക് ഭ്രാന്ത് പിടിക്കുകയാണല്ലോ ഇപ്പോൾ. പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നമുക്ക് വൈനാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ സാധാരണ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അത് പല വീടുകളിലേക്കും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാത്ത റെസിപ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ സാധാരണ അങ്ങനെ പറയില്ല. ഈ ക്രിസ്മസിൻ്റെ വൈനും മറ്റേ വൈനുമായിട്ടൊരു വ്യത്യാസം, ക്രിസ്മസിൻ്റെ വൈൻ അല്പം മധുരമുള്ളതാണ്. മറ്റേത് ഇപ്പോൾ ഈ ഹാർട്ടിനൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്ന വൈൻ അത് കയ്പ്പാണ് ശരിക്കും. ട്രഡീഷണലായിട്ട്
നമ്മുടെ ഒരു ഭരണിയിലൊക്കെ നമ്മൾ കെട്ടി പിന്നെ അത് മുന്തിരി കെട്ടി അവസാനം അതിൻ്റെ ഇത് മാറ്റി കഴിഞ്ഞിട്ട് വീണ്ടും എർത്തിൽ കുഴിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ അത് പൊക്കിയെടുക്കുന്നത് ഈ ആഡ്വെന്റിന്റെ ആദ്യത്തെ ആഴ്ചയാണ്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ പകർന്ന് വെക്കും. ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്മസ് ഈവ് ആണ്. ഇനി നമുക്ക് പള്ളിയിൽ പോകേണ്ട സമയമായി. അവിടെ കാരൽ സിംഗിങ് ഒരു 3 മണിക്കൂർ മുന്നേ തുടങ്ങും. അപ്പം നമ്മൾ പണ്ട് കാലം മുതലേ നമ്മൾ എല്ലാവരും കൂട്ടമായിട്ടാണ് ആ പാതിര കുർബാനയ്ക്ക് പോയിരുന്നത്. അപ്പം അതിന് വളരെ വളരെ പ്രഖ്യാതമായിട്ടുള്ള ഒരു ലത്തീൻ ഗാനമുണ്ട്. അത് Let it triumphante, venite, venite in Bethlehem. Natum videli, regem angelorum, venite adoremus, venite adoremus. ഒരു ക്രിസ്മസ് ഇവിടെ കഴിഞ്ഞു. അടുത്ത ക്രിസ്മസ് ആരംഭിക്കുന്നതും ഇവിടുന്ന് തന്നെയാണ്, ഈ ക്രിസ്മസ് റീത്ത് പോലെ.